നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് പുനരധിവാസം, കടങ്ങൾ എഴുതിത്തള്ളണം, മൈക്രോ ലെവൽ പാക്കേജ് വേണം, നിർദ്ദേശങ്ങളുമായി പ്രതിപക്ഷം. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തി. വയനാട് പുനരധിവാസത്തെക്കുറിച്ചും വിലങ്ങാട് പാക്കേജിനെ സംബന്ധിച്ചുമുള്ള പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. എല്ലാ തരത്തിലുമുള്ള കടങ്ങൾ എഴുതിത്തള്ളണം, ഓരോ കുടുംബത്തിനും മൈക്രോ ലെവൽ പാക്കേജ് ഉണ്ടാക്കണം, സാധാരണ നിലയിൽ വീടും സ്ഥലവും കൊടുക്കുന്നതിന് പകരം കമ്മ്യൂണിറ്റി ലിവിങ്ങിന് സാധ്യമാകുന്ന തരത്തിൽ ടൗൺഷിപ്പ് മാതൃക സ്വീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷവുമായി ചർച്ച നടത്താമെന്ന് സർക്കാർ സമ്മതിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് ചിതറിപ്പോയവരെ വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരണം, കൃഷിക്കും സൗകര്യം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ നൽകിയ വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെയുള്ളവ എഴുതിത്തള്ളണമെന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. ഓരോ കുടുംബത്തിനും മൈക്രോ ലെവൽ പാക്കേജ് ഉണ്ടാക്കണം. ചില കുടുംബങ്ങളിൽ കുട്ടികൾ മാത്രമേയുള്ളൂ, ചിലയിടങ്ങളിൽ മുതിർന്നവർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. വരുമാനം ഉണ്ടാക്കുന്ന കുടുംബനാഥനെ നഷ്ടപ്പെട്ടവരുമുണ്ട്. അതുകൊണ്ട് ഓരോ കുടുംബത്തെയും പ്രത്യേകമായി പരിഗണിച്ച് മൈക്രോ ലെവൽ പാക്കേജ് നടപ്പാക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. പൂർണ്ണമായും ശാസ്ത്രീയമായ പരിശോധനയും പ്രോൺ ഏരിയ മാപ്പിംഗും മുന്നറിയിപ്പ് സംവിധാനങ്ങളും കൊണ്ടുവരണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശാസ്ത്ര സ്ഥാപനങ്ങളും കാലാവസ്ഥാ വകുപ്പുകളും കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനങ്ങളും യോജിച്ച് പ്രവർത്തിക്കണം. വിലങ്ങാട് മേഖലയിൽ 24 ഉരുൾപൊട്ടലുണ്ടായെന്നാണ് ഔദ്യോഗിക കണക്ക്. 40ഓളം ഉരുൾപൊട്ടലുണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. ഗുരുതരമായ ആഘാതമാണ് ഒരു ഗ്രാമത്തിലുണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. 150ലധികം വീടുകൾ വാസയോഗ്യമല്ലാതെയായി. 350 ഹെക്ടർ കൃഷി നശിച്ചു. 116 ഹെക്ടർ സ്ഥലത്ത് ഇനി കൃഷി ചെയ്യാൻ സാധിക്കില്ല. 25 റോഡുകൾ തകർന്നു. 7 പാലങ്ങൾ ഇല്ലാതെയായി. കുടിവെള്ള പദ്ധതികൾ നിലച്ചു. വാണിമേൽ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് മുഖ്യമന്ത്രിക്ക് നൽകി. വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. വികസന പദ്ധതികൾ തീരുമാനിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന ഘടകമാക്കണം. നയരൂപീകരണത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് വലിയ പ്രാധാന്യം നൽകണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ നിയമനിർമ്മാണം നടത്തുന്നതും പരിഗണിക്കണം. രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സർക്കാരുമായി സഹകരിച്ചത് പോലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു.